സണ്ണി പൈക്കടക്ക് ഗാന്ധിമാവിൻ ചോട്ടിൽ യാത്രയയപ്പ് നൽകി. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. വന്യജീവികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യം സ്വാർത്ഥമാക്കുന്നതിന്റെ ഭാഗമായി 2025 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം മുതൽ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിലും റിപ്പബ്ലിക് ദിനം മുതൽ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലും നടന്നുവരുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി കർഷക സ്വരാജ് സമിതി ചെയർമാൻ സണ്ണി പൈക്കട ഈരാറ്റുപേട്ടയിലെ സമരപ്പന്തലിൽ ഫെബ്രുവരി 5 മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നു. സണ്ണി പൈക്കടക്ക് സ്വാമിയാനന്ദ തീർത്ഥ ആശ്രമത്തിൽ ഗാന്ധിമാവിൻ ചുവട്ടിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനം സ്വാതന്ത്ര്യ സമര സേനാനി പത്മഭൂഷൺ VP അപ്പുക്കുട്ട പൊതുവാൾ സത്യാഗ്രഹ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തും ഗാന്ധിമാവിൽ നിന്നും മാങ്ങക്കുല കൈമാറിയും ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് AEO ഗാന്ധിയൻ KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. സണ്ണി പൈക്കട സമരത്തെക്കുറിച്ച് സംസാരിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ D സുരേന്ദ്രനാഥ് അഭിവാദ്യ ഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, ഷോബി ജോസഫ് എന്നിവർ സംസാരിച്ചു. AKP നാരായണൻ സ്വാഗതവും PM ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വെള്ളരിക്കുണ്ടിൽ നിന്നും വന്ന കർഷകർ ജാഥയായി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരെ സണ്ണിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.